രാജ്യത്തെ വ്യാജ ബോംബ് ഭീഷണികളിൽ 47കാരൻ അറസ്റ്റിൽ. മൈസൂരു സ്വദേശി ശ്രീനിവാസ് ലൂയിസിനെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചകളിൽ 1100-ലധികം ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് ഇയാൾ അയച്ചത്. വിഷ്ണു പ്രസാദ് ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒടുവിൽ ആളെ കിട്ടി, തപ്പി നടക്കുകയായിരുന്നു നമ്മളെല്ലാവരും. ഒരു സ്ഥാപനം പോലും തുറന്നു പ്രവർത്തിക്കാൻ നമ്മളെ ആരെയും അനുവദിക്കാത്ത വിധത്തിൽ തലവേദന ഉണ്ടാക്കിയല്ലേ? മോത്തി, തീർച്ചയായും പന്തിയിൽ പക്ഷാഭേദമില്ല എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ബോംബ് ഭീഷണി അയക്കാത്ത സ്ഥാപനങ്ങളില്ല എന്ന് തന്നെ വേണം പറയാൻ. സ്കൂളുകൾ മുതൽ കോടതികൾ വരെ എല്ലായിടത്തേക്കും വ്യാജ ബോംബ് ഭീഷണിയാണ് ഇപ്പോൾ ഈ ശ്രീനിവാസ് അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളം എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ഒരു 4 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇയാൾ 1100-ലേറെ സ്ഥലങ്ങളിലാണ് ബോംബ് ഭീഷണി മുഴക്കിയിരുന്നത്. കോടതികൾ, അതോടൊപ്പം തന്നെ നിയമസഭാ മന്ദിരങ്ങൾ, അതുകൂടാതെ വിദ്യാലയങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങി എല്ലായിടത്തും ബോംബ് വെക്കുമെന്ന തരത്തിലുള്ള ഭീഷണികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചില്ലറ തലവേദനയല്ല പോലീസിന് സൃഷ്ടിച്ചിട്ടുള്ളതും. കാരണം ബോംബ് തിരഞ്ഞ് ആ മേഖലകളിലെല്ലാം മണിക്കൂറുകൾ നീണ്ട പരിശോധന ബോംബ് സ്ക്വാഡിന് നടത്തേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നത് ആദ്യം തന്നെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഈ നിരന്തരമായി വരുന്ന ഇത്തരം ബോംബ് ഭീഷണികളെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടെ കൂടി അല്ലാതെ പോലീസിനും ഇത് കാണാൻ സാധിക്കില്ല. തമാശയെ കാണാൻ പറ്റുന്നതല്ല, ചില്ലറ തലവേദന ഒന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്.